അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലീക്കാക്കി പുറത്തു വിടുക, ഇത്തരം രീതിയിലുള്ളതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രശ്നം. അത് നിയമപരമായിട്ടത് തെറ്റാണെങ്കിലും സമൂഹത്തിൽ കുറെ അലിഖിത നിയമങ്ങളുണ്ടല്ലോ, നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങൾ. ആ നിയമങ്ങളൊക്കെ തന്നെ കൊണ്ടുള്ള ഒരു മുതലെടുപ്പാണ് നടക്കുന്നത്. പക്ഷെ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ അതല്ല, ഇപ്പോഴുള്ള ജനറേഷൻ വളർന്ന അടുത്ത ജനറേഷൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാകും തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുക. ഇപ്പൊ ഇത് സജീവമായി കഴിഞ്ഞു. ഇന്റർനെറ്റ് മാത്രമല്ല, സാറ്റലൈറ്റ് മാത്രമല്ല, മറ്റെല്ലാം തന്നെ സജീവമായി കഴിഞ്ഞു. ഇതില്ലെങ്കിൽ പോലും മനുഷ്യർക്ക് അത് ഡിലീറ്റ് ചെയ്ത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള വമ്പ സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരെടുത്ത് പറയാം. എക്സാമ്പിൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ബോഡി, നിങ്ങൾ മെഡിസിൻ എടുത്താൽ മതി, മെഡിസിനകത്തോടുകൂടി നാനോ ചിപ്പുകൾ കടത്തി വിടും. നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി അതിനെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ബോഡി വേറെ ലെവലിൽ കൊണ്ടുവരും. വെള്ളം കുടിച്ചാൽ പോലും അതിനകത്തൂടെ കടത്തി വിട്ട് വരെ നമ്മുടെ എല്ലാം എടുക്കാവുന്ന ലോകമാണ് ഇനി വരുന്ന ലോകം. പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കും. പുതിയ തലമുറയിലെ കുട്ടികൾ പ്രത്യേകിച്ച് കേൾക്കും. നിങ്ങൾ വെള്ളം എടുത്താൽ മെഡിസിൻ എടുക്കണ്ട. നമുക്ക് വെള്ളം കുടിക്കാൻ ഒരിക്കലും കഴിക്കാതിരിക്കാൻ പറ്റുമോ? പ്രകൃതിയാൽ ഒരുക്കപ്പെട്ട ശരീരമായിട്ട് ഞാൻ നടന്നാൽ എനിക്കത് കഴിച്ചേ പറ്റൂ. ഫുഡ് എടുക്കേണ്ടി വരും, ഫുഡ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്യാപ്സൂൾ രൂപത്തിലെങ്കിലും എനിക്ക് എനർജി എടുക്കേണ്ടി വരും. ആ എനർജിയിൽ കൂടി കടത്തി വിട്ട് പോലും എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലോകമാണ് ഇനി വരുന്നത്. അതൊന്നും ഒരു കുഴപ്പമൊന്നല്ല. ഞാൻ പ്രേക്ഷകർക്ക് ഇപ്പോഴും പറയണത്. എല്ലാവരും വിചാരിക്കും ഞാനത് കുഴപ്പമെന്ന് പറയുന്നുണ്ട്. കുഴപ്പമേ അല്ല. അടുത്ത 10 വർഷം കഴിയുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ സീക്രട്ട് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എടുത്ത് അത് പുറത്തു വിടുകയോ നിങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ സമൂഹത്തിലെ ഒഫൻസായി മാറുന്നത്. അയാളായിരിക്കും ഏറ്റവും മോശപ്പെട്ട ക്രിമിനൽ. അയാളായിരിക്കും ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾ ആഫ്റ്റർ 10 years. ഇപ്പൊ ഇങ്ങനെയല്ല പോണെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സീക്രട്ട് എടുത്ത് പുറത്തു വിടുമ്പോൾ അവൻ രാജാവും. ഈ നമ്മൾ സീക്രട്ട് ഇവിടെ എന്നിട്ട് ചുമ്മാ വസ്ത്രം മാറിയ പെൺകുട്ടിയായ ഞാൻ അല്ലെങ്കിൽ ആണായ ഞാൻ മോശക്കാരന്. ഇപ്പോ അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കണം? നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവരമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളുകള് കോളേജുകളൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിവരമില്ലായ്മയാണ്. കാരണം എന്ത് വിവരമില്ലായ്മ? ഏറ്റവും നല്ല ടെക്നോളജിയെ തുറന്നു പഠിപ്പിക്കൂല. ഏറ്റവും വലിയ ടെക്നോളജി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത് എങ്ങനെ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യണമെന്ന് പഠിക്കില്ല. എങ്ങനെയാണ് ഓപ്പോസിറ്റ് സമൂഹം റിയാക്ട് ചെയ്യേണ്ടത്? നീ അത് ചെയ്താൽ ചെയ്യുന്നവനാണ് കുഴപ്പക്കാരൻ. അല്ല, എൻ്റെ നഗ്നത എടുത്തോണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നഗ്നത പ്രകൃതിയാലുള്ളതാണ്. വസ്ത്രം ധരിച്ചത് മാത്രമാണ് നമ്മൾ. അത് പ്രകൃതിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള പല സാധനങ്ങൾ